നമസ്കാരം. മൈ എയിം അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ധാതു ഇന്ധനങ്ങളെ പറ്റിയിട്ടുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ധാതു കലവറയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണുന്നത്. കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. ആ ഫ്ലോ ചാർട്ട് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് എന്താ? ധാതുക്കളെ രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ലോഹധാതുക്കൾ, പിന്നെ അലോഹധാതുക്കൾ. മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ധാതുക്കളും നോൺ മെറ്റൽ ആയിട്ടുള്ള ധാതുക്കളും ഉണ്ട്. അപ്പൊ ലോഹധാതുക്കളിൽ ഏതൊക്കെയാ വരുന്നത്? ഇരുമ്പിന്റെ അംശമുള്ളവയും അംശമില്ലാത്തവയും എന്നൊക്കെയാണ് ലോഹധാതുക്കൾ ഉള്ളത്. ഇരുമ്പിന്റെ അംശമുള്ളവ ഏതാണ്? ഇരുമ്പയിരും മാംഗനീസും ആണ് അതിന് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ ഇരുമ്പിന്റെ അംശമില്ലാത്തവ സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്, ഇവയിലൊന്നും ഇരുമ്പില്ല. അപ്പൊ ഇതെല്ലാം ലോഹധാതുക്കളുമാണ്. അപ്പൊ അതെല്ലാം ഇരുമ്പിന്റെ അംശമില്ലാത്തവയാണ്. അതുപോലെ അലോഹധാതുക്കളിൽ രണ്ടിനമാണുള്ളത്: ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും. ധാതു ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, ഇതെല്ലാമാണ് ധാതു ഇന്ധനങ്ങൾ. ഇനി മറ്റു ധാതുക്കൾ ഏതൊക്കെയാണ്? അബ്രം അഥവാ മൈക്ക എന്നൊക്കെ പറയുന്നതാണ് മറ്റുള്ള ധാതുക്കൾ. ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്കു വ്യവസായവും ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഈ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ കാണുന്നത്. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ലോകത്തെ മൊത്തം ഇരുമ്പ് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണെന്നാണ് കണക്കാക്കുന്നത്. ലോകത്തിന്റെ മൊത്തം ഇരുമ്പ് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലുള്ളത്. 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് എന്നിവിടങ്ങളിലേക്കാണ് നമ്മൾ ഇരുമ്പയിര് കയറ്റി അയക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമായിട്ടാണ് ഇരുമ്പുരുക്കു വ്യവസായത്തെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? അത് ഇരുമ്പുരുക്കു വ്യവസായമാണ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളോമൈറ്റ് എന്നിവ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ്. അപ്പൊ ഏതൊക്കെയാണ് അസംസ്കൃത വസ്തുക്കൾ ഈ വ്യവസായശാലകൾക്ക് ആവശ്യമായി വരുന്നത്? ആദ്യത്തേത് ഇരുമ്പയിര്. ഇരുമ്പുരുക്ക് വ്യവസായശാലയിൽ ഇരുമ്പയിര് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം വേണ്ടത് ഇരുമ്പയിര് തന്നെയാണ്. കൽക്കരി ആവശ്യമാണ്, മാംഗനീസ് ആവശ്യമാണ്, ചുണ്ണാമ്പ് കല്ല്, ഡോളോമൈറ്റ് ഇവയെല്ലാം ഈ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് വ്യവസായിക പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇരുമ്പ് വ്യവസായശാലകൾക്ക് അസംസ്കൃത വസ്തുക്കളായി പറഞ്ഞതില് ഇരുമ്പയിരും കൽക്കരിയും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവ രണ്ടും സമീപത്തായി കാണുന്നു എന്നുള്ളത് ഒരു വ്യവസായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത വേണം. അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത ഇവയെല്ലാം ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്ന ഘടകങ്ങളാണ്.
അപ്പൊ ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ ഇവയെല്ലാം തന്നെ അസംസ്കൃത വസ്തുക്കൾ കൂടാതെ ആവശ്യമാണ് അല്ലേ? ഇനി ഓരോ സംസ്ഥാനത്തെ പ്രധാന ഖനന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്ന ഒഡീഷയാണ്. ഒഡീഷയിലെ ഖനന മേഖല പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യം വരുന്ന സുന്ദർഗഡ് ആണ്. അതുപോലെ മയൂർഭഞ്ച് വരുന്നുണ്ട്. അതുപോലെ ജാർ വരുന്നുണ്ട്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. അടുത്ത ജാർഖണ്ഡിലെയാണ് സിംഘ് ബംഗം ദുർഗ് അങ്ങനെ 2 മേഖലകളാണ് ജാർഖണ്ഡിലുള്ളത്. കർണാടകത്തിലുള്ളത് ബെല്ലാരി, ചിക്ക്മാംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നീ പ്രദേശങ്ങളാണ് ഖനന മേഖലകൾ. ഏതൊക്കെയാണ്? ബെല്ലാരി, ചിക്ക്മാംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിലെ പ്രധാന ഖനന മേഖല മർമാഗോവയാണ്. അപ്പൊ പേരിൽ തന്നെ സാമ്യം ഉള്ളത് കൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. മർമാഗോവയാണ്. തമിഴ്നാട്ടിലെ പ്രധാന ഖനന മേഖലകൾ സേലം, നീലഗിരി എന്നീ പ്രദേശങ്ങളാണ്. സേലവും നീലഗിരിയും. SCERT പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. ഇവയിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവയുടെ സവിശേഷതയുമാണ്. ഈ ഭാഗത്ത് നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തേത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ടിസ്കോ എന്ന് പറയുന്നുണ്ട്. സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജംഷഡ്പൂർ ആണ്. എവിടെയാണത്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിച്ചാൽ അത് ടിസ്കോയാണ്. ടിസ്കോയാണ് ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. കുൾട്ടി, ബറൺപൂർ, ഹിരാർപൂർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്തത് ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭദ്രാവതി എവിടെയാണ്? കർണാടകയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് എവിടെ? ദുർഗ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1950 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സുന്ദർഗഡ് എന്ന പ്രദേശത്താണ്. അത് ഒഡീഷ സംസ്ഥാനത്താണ്. 1950 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. 1959 തന്നെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്ത ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. അപ്പൊ മൂന്നും വേറെ വേറെ സ്ഥലങ്ങളാണ്, മാറിപ്പോവരുത്. അതുപോലെ വേറെ വേറെ രാജ്യങ്ങളാണ് സഹായിച്ചിരിക്കുന്നത് നിർമ്മിക്കാൻ. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1962 യുടെ സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. നാലാമത്തെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന ബൊക്കാറോയിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ് അല്ലെ? ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. അപ്പൊ റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് 1959 ഇത് 1964 മാറിപ്പോകരുത്. ഇരുമ്പിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ ഒരു അസംസ്കൃത വസ്തുവാണ് മാംഗനീസ്. ഇതൊരു പ്രധാന ലോഹധാതുവാണ്. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. കർണാടകം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കുന്നതിനും മാംഗനീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പല്ലാതെയുള്ള വേറെയുള്ള ധാതുക്കളും അവയുടെ ഉപയോഗവും എന്തെല്ലാമാണെന്ന് നോക്കാം. സ്വർണമാണ്.
ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആഭരണ നിർമ്മാണമാണ് പ്രധാനമായിട്ടുള്ള ഉപയോഗം. പ്രധാന ഉൽപാദക സംസ്ഥാനം കർണാടകമാണ്. കർണാടകത്തിൽ നിന്നാണ് സ്വർണം എടുക്കുന്നത്. അതുപോലെ രണ്ടാമത്തേത് വെള്ളിയാണ്. ആഭരണ നിർമ്മാണവും ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി മുതലായ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. പ്രധാന ഉൽപാദകർ ആരൊക്കെയാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. ഈ 3 സംസ്ഥാനങ്ങളാണ് പ്രധാന ഉൽപാദകർ. മൂന്നാമത്തേത് ചെമ്പ് അഥവാ കോപ്പർ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. അതായത് ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദകർ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവരാണ്. അടുത്ത ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായും ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത്. ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നാണ്. അടുത്ത മൈക്ക. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവരാണ്. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. ഇവയുടെ വിശദാംശമാണ് താഴെ കൊടുത്തിരിക്കുന്ന. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്ന ഏതാണ്? കൽക്കരി. കൽക്കരി ഇന്ത്യയിലെ ഒരു പ്രമുഖ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഊർജ സ്രോതസ് അല്ലെങ്കിൽ താപോർജ സ്രോതസ് ഏതെന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരികളാണ് ഇന്ത്യയിൽ കൂടുതലായി കാണുന്നത്. അപ്പോ ഒരു ഇടത്തരം കൽക്കരിയാണ് ഇന്ത്യയിൽ കാണുന്നത്. അത് ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ട കൽക്കരിയാണ്. കൽക്കരിയെ അവയുടെ കാർബണിന്റെ തോതനുസരിച്ചാണ് കണക്കാക്കുന്നത്. അതായത് എത്രമാത്രം കാർബൺ കൂടുതലുണ്ടോ അത്രമാത്രം കൂടുതലാണ് അവയുടെ ക്വാളിറ്റി എന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത് ആന്ത്രാസൈറ്റ് എന്നുള്ള ഒരു കൽക്കരിക്കാണ്. അടുത്തതായിട്ട് വരുന്നതാണ് ബിറ്റുമിനസ്. ആ ഇടത്തരം ബിറ്റുമിനസ് എന്നുള്ള ഇനത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണുന്നത്. അതിന്റെയും താഴെയാണ് സബ് ബിറ്റുമിനസ്, അതിന്റെയും താഴെയാണ് ലിഗ്നൈറ്റ്. അങ്ങനെ 4 തരത്തിലുള്ള കൽക്കരികളാണ് കാണുന്നത്. അവയിൽ ഇടത്തരം ബിറ്റുമിനസ് ക്വാളിറ്റി ഉള്ളതാണ് ഇന്ത്യയിൽ കാണുന്ന കൽക്കരി. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് അതായത് ഏറ്റവും ഈ ബിറ്റുമിനസിനെക്കാളും കുറച്ചുകൂടി താഴെയാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റിലെ കാർബൺ കുറച്ചുകൂടി കുറവാണ്. അത് കാരണം അത് അത്ര ക്വാളിറ്റി ഉള്ള കൽക്കരിയല്ല. അത് കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. പ്രകൃതിവാതകവും എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. അതായത് റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. അപ്പോൾ അത് അസമിലെ ഡിഗ്ബോയിലായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിൽ, മഹാരാഷ്ട്ര എന്നിവരാണ് ഇന്ത്യയിൽ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവരാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ഹൈ എന്ന പ്രദേശത്ത്, അതായത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്.
പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം തന്നെയാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതകം മാത്രമായി ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലുമായ തീരദേശങ്ങളിലാണ് ഇങ്ങനെ ലഭിക്കുന്നത്. ആണവ ധാതുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. യുറേനിയം, തോറിയം എന്നിവയാണ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങൾ ഉണ്ട്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പൊ മോണോസൈറ്റ് എന്നും ഇൽമനൈറ്റും കാണുന്നത് കേരള, തമിഴ്നാട് തീരദേശ മേഖലകളിലാണ്. ആ മണലിലാണ് കാണുന്നത്. അതിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. താരാപൂർ മഹാരാഷ്ട്രയിലാണ് കാണുന്നത്. അടുത്തത് റാവത്ബട്ട രാജസ്ഥാൻ, കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്ടിലാണ് കാണുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് കൂടംകുളം ആണവ നിലയം. കൈഗ കർണാടകയിലാണ് കാണുന്നത്. നറോറ ഉത്തർപ്രദേശ്, കാക്രാപാറ ഗുജറാത്തിലാണ് കാണുന്നത്. കാക്രാപാറ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെ കാലമായി ഊർജ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ജൈവവാതകം, വേലിയോർജം എന്നിവയാണ് ഇതില് പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഈ സ്രോതസ്സുകൾ ഇന്ന് ഇന്ത്യയിൽ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നവയാണ്. ഇന്നത്തെ വിഷയം അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.